ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ കാര്യമായിട്ടൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോറൊക്കെ ഉണ്ടാക്കി മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു സ്കൂളിട്ട് വരാനായപ്പോഴാണ് കേട്ടോ കിച്ചണിക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് ഞാൻ അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പൂവട ഉണ്ടാക്കാന്ന് കേട്ടോ. അപ്പോൾ ചില സമയത്തൊക്കെ പൂവട ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവലുണ്ട്. അപ്പോൾ മൈദ ചേർത്തുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവില്ല എന്ന് പറയണേക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്താണ്, അതേപോലെ അതിക്ക് 1/4 കപ്പ് മൈദയും ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കണ പോലെ തന്നെ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും. പിന്നെ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ആ ശർക്കര ഉരുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ഫ്രൈ പാനിക്ക് അരിച്ചൊഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ശർക്കര അല്ലേ കരിയും. അങ്ങനെ അതാ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മളെ പത്തിരി പ്രസ്സിൽ ഇട്ടാണ്ട് ഞാൻ അപ്പോൾ ഒക്കെ ഒന്ന് പരത്തിയെടുത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ പൂവടൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉള്ള പാത്രം ഉണ്ടല്ലോ, അതിക്കൊരു വാഴൻ്റെ വെച്ച് കൊടുത്താണ്ട് അതിക്ക് നമ്മൾ പൂവടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഞാനിത് കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും. അപ്പോൾ നമ്മളെ വാഴൻ്റെ കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടോ. പിന്നെ അതാ നമ്മളെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ ഞാൻ അതിക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം. നമ്മൾ മഞ്ജുമോൾക്ക് ട്യൂഷനൊക്കെ പോകണം. അപ്പോൾ കുറച്ച് ചോറൊക്കെ കൊടുത്തിട്ടാട്ടോ അവളെ പറഞ്ഞേക്കൽ. അപ്പോൾ വേഗം കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ രാവിലെ വാങ്ങി വെച്ചതാണ്. മീനിൽ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പൂവടയൊക്കെ ആയിട്ടോ. പൂവട 2 എണ്ണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. തീരെ പൊട്ടാതെ ഒന്നും നിന്നിട്ടില്ല. പിന്നെ നമ്മൾ ഈ മാസത്തെ ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുത്തു. സഹൽ എന്നുള്ള ഐഡിയിൽ നിന്നാണ് കേട്ടോ. നമുക്ക് 1057 കമൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് ഈ മാസത്തെ ഗിവ് അവേ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ടോപ്പ് കമൻറ്റിലുള്ളവർക്കാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. അതിൻ്റെ താഴെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇനി ഇൻഷാല്ല അടുത്ത മാസം ആരാണെന്ന് അറിയില്ല, ആരാണാവോ ആ ഭാഗ്യശാലി അല്ലേ. അങ്ങനെ മീനൊക്കെ ഞാൻ പിന്നെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടോ. പിന്നെ കറി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. പിന്നെ മടിയുള്ള സമയത്ത് ഉണ്ടാക്കുന്ന കറിയാണ് മുരിങ്ങ താളിപ്പ്. അപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ മുരിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അതുമ്മൽ. അപ്പോൾ ഞാൻ മുരിങ്ങ കുടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതാ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടതിനും ചാടി കിടക്കണം. അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ടുണ്ട്. ഇനി വേഗം അടിയിൽ മുരിങ്ങ കൊടുക്കുക, അത് ഊരുക, അത് താളിക്കുക. എളുപ്പമാണല്ലേ. പരിപ്പ് മുരിങ്ങയും കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ താളിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. എളുപ്പപ്പണിയാണ്. പിന്നെ മീനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചിട്ട് കൊടുത്ത് പിന്നെ വേഗം മുരിങ്ങ ഊരിയെടുത്ത് മുരിങ്ങ താളിക്കുകയാണ് ഇനി. അപ്പോൾ മുരിങ്ങ താളിക്കുമ്പോൾ ചില ആൾക്കാർ ചെറിയ ഉള്ളി മാത്രമേ ചേർക്കുള്ളൂ, വെളുത്തുള്ളി ചേർക്കാറില്ല. ഞാൻ താളിക്കുമ്പോൾ വെളുത്തുള്ളിയും ചേർക്കലുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഊരി വെക്കണ മുരിങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുക, ഉപ്പിടുക. എത്ര ഉള്ളൂ കേട്ടോ മുരിങ്ങാ താളിപ്പ്. പക്ഷെ അത് ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ അടിപൊളി